പാക് ഭീകരത തുറന്നുകാട്ടാനുള്ള കേന്ദ്ര സർക്കാർ നിയോഗിച്ച പ്രതിനിധി സംഘത്തിന്റെ വിദേശ പര്യടനം നാളെ മുതൽ UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കാണ് ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ആദ്യ സംഘത്തിന്റെ സന്ദർശനം. അതിർത്തിയായ വാഗ അട്ടാരിയിൽ ബീറ്റിംഗ് റിട്രീറ്റ് അതിനിടെ പുനരാരംഭിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാടും വിശദീകരിക്കുകയാണ് പ്രതിനിധി സംഘത്തിന്റെ ലക്ഷ്യം. ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ നടപടികളും സംഘം തുറന്നുകാട്ടും. ശിവസേന MP ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നാളെ യാത്ര തിരിക്കുന്നത്. UAE, ലൈബീരിയ, കോംഗോ, സിയറ ലിയോൺ എന്നിവിടങ്ങളിലാണ് സംഘം സന്ദർശനം നടത്തുക. ET മുഹമ്മദ് ബഷീർ, ബാൻസുരി സ്വരാജ് ഉൾപ്പെടെ സംഘത്തിൽ 7 അംഗങ്ങളാണുള്ളത്. നാളെ മുതൽ ഈ മാസം 31 വരെയാണ് ആദ്യ സംഘത്തിന്റെ സന്ദർശനം. ഈ മാസം 22-ന് അടുത്ത സംഘം ജപ്പാനിലേക്ക് യാത്ര തിരിക്കും. വിദേശ പര്യടനത്തിനുള്ള സംഘങ്ങളുടെ പ്രത്യേക യോഗം ഇന്ന് ചേർന്നു. യോഗത്തിൽ ഇന്ത്യയുടെ നയം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വിശദീകരിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പോരാട്ട വീര്യവും കരുത്തും തെളിയിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വ്യോമസേന. റഫേൽ, തേജസ്, MiG-29, ആകാശ്, ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള പോർ വിമാനങ്ങളുടെ പ്രകടനവും വ്യോമ പ്രതിരോധ ശേഷിയും വീഡിയോയിൽ കാണാം. करे सो प्राण दे जो मन करे सो प्राण ले वही तो एक सर्वशक्तिमान है. ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് വാഗ അട്ടാരി അതിർത്തിയിൽ നിർത്തിവെച്ച ബീറ്റിംഗ് റിട്രീറ്റ് വീണ്ടും ആരംഭിച്ചു. എന്നാൽ ഇരു രാജ്യങ്ങളുടെയും സൈനിക ഗേറ്റുകൾ തുറക്കുകയോ പരസ്പരം ഹസ്തദാനം നൽകുകയോ ചെയ്യില്ല. പൊതുജനങ്ങൾക്ക് ചടങ്ങ് കാണാൻ അവസരമുണ്ടാകും. 24 ഡൽഹി.